ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരദൂഷണം ചാപ്റ്റർ 2 കടന്നാലോ. അപ്പോൾ ഞാൻ ഇന്നലെ പരദൂഷണം ചാപ്റ്റർ 1 ഇട്ടപ്പോൾ എനിക്കൊരു അൺഎക്സ്പെക്ടഡ് റെസ്പോൺസ് ആണ് കിട്ടിയത്. അതാണെന്നല്ല പെണ്ണെന്നല്ല, എല്ലാവരും എനിക്ക് റെസ്പോൺസ് തന്നു, ഇത് കൂടെ ഫേസ്ബുക്ക് മെസ്സേജിലൂടെ. ഓക്കെ, അപ്പോൾ പരദൂഷണം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, റീസെന്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, മേഡം ഞാൻ എന്ത് ചെയ്യും, എന്നെക്കുറിച്ച് ആൾക്കാർ ഇങ്ങനെയാണ് പറയുന്നത്, ഇതൊന്നും എങ്ങനെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുന്നതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്തിനാ നീ കേൾക്കുന്നേ? ഇപ്പം നീ കേൾക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ ഒരാൾ വന്നാൽ നിന്നോട് പറയുന്നെങ്കിൽ അതും കേട്ടുകൊണ്ട് നീ കരയാനിരുന്നിട്ടുണ്ടെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ കരഞ്ഞോണ്ടേ ഇരിക്കുള്ളൂ. കാരണം പരദൂഷണം പറയുന്നവരുടെ സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല, അത് അവരുടെ സ്വഭാവമാണ്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്വഭാവമാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, കരയാതിരിക്കുക, മൂവ് ഓൺ ചെയ്യുക. പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും ഗ്രോത്ത് ഉണ്ടാക്കുക, അതായത് ഉയർന്നു പോകുക. അപ്പോൾ ഞാൻ അതും പറഞ്ഞ് കുട്ടിയെ സമാധാനപ്പെടുത്തി. ഓക്കെ, എങ്ങനെയൊക്കെയോ സമാധാനപ്പെടുത്തി. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഇട്ട നമ്മുടെ പരദൂഷണം ചാപ്റ്റർ 1 ഞാൻ പറഞ്ഞു, ഒരു 60 വയസ്സിന് മേലുള്ള ഒരു ചേച്ചിയാണ് എന്നെ കുറിച്ച് അപവാദം പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. പക്ഷെ ആ ചേച്ചി എനിക്ക് ലൈക്ക് അടിച്ചു. അപ്പൊ ഞാൻ അതിൽ നിന്ന് മനസ്സിലായത് വേറൊരു കാര്യം, ഈ പരദൂഷണം പറയുന്നവർക്കും മനസ്സിലാകുന്നില്ല അവർ പറയുന്നത് പരദൂഷണമാണ് എന്ന്. അല്ലെങ്കിൽ ആ ചേച്ചി വന്ന് ലൈക്ക് അടിക്കുമോ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചിലപ്പോൾ പറയുന്നത് തെറ്റായിരിക്കാം, എങ്കിലും ഞാൻ പറയുവാണ്. പരദൂഷണം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ചേച്ചിമാരെ, ചേട്ടന്മാരെ. എന്നിട്ട് അനാവശ്യത്തിന് ഇങ്ങനെ അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുക. ജോലിയിൽ നിങ്ങൾക്കൊരു ജോബ് എന്താണ്, നിങ്ങളുടെ ഡ്യൂട്ടിയിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഗനൈസേഷൻ തന്നിട്ടുണ്ട്. ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഏത് മാനേജറിന്റെ ആയാലും നിങ്ങൾക്ക് കിട്ടുന്ന സാലറിക്ക് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. അല്ലാതെ അപ്പുറം ഇരിക്കുന്ന ആളെ കുറിച്ച് ഇപ്പുറം ഇരിക്കുന്ന ആളെ കുറിച്ച് നിങ്ങൾ അപവാദം പറഞ്ഞുകൊണ്ടും നടക്കാതിരിക്കുക. ഓക്കെ, നടക്കരുത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഓക്കെ, നീ ഞാൻ കൊടി പിടിക്കുകയാണ്, ഞാൻ ഇനി അപവാദം പറഞ്ഞിട്ട് തന്നെ മുന്നോട്ട് പോകും. നിന്നെക്കുറിച്ച് 4 കുറ്റം ആണ് പറയാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഓർത്തിട്ട് എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. നിങ്ങൾ 4 അല്ല 10 അല്ല എത്ര പറഞ്ഞാലും എനിക്ക് ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തത്, ഞാൻ എങ്ങനെ അപവാദങ്ങളെ നേരിട്ട് മുന്നോട്ട് പോയേ എന്നുള്ളതാണ് അടുത്ത സ്റ്റോറി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു നേഴ്സാണ്. സോ ഞാൻ എംഎസ്സി നേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, പല ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം, ഒരു നേഴ്സിംഗ് പഠിച്ചു കഴിയുമ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ട് ആദ്യം കയറുന്ന ട്രെയിനിങ് നേഴ്സ് ആയിട്ടാണ്, പിന്നെ സ്റ്റാഫ് നേഴ്സ് ആകും. പിന്നെ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് പോകും. നിങ്ങൾ നേഴ്സിംഗ് ഹെഡ് ആകും, അതായത് ഹെഡ് നേഴ്സ് ആകും. പിന്നെ ഹെഡ് നേഴ്സിംഗ് നിങ്ങൾ നേഴ്സിംഗ് സൂപ്പർവൈസർ ആകും. പിന്നെ നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആകും. പിന്നെ ചീഫ് നേഴ്സിംഗ് ഓഫീസർ ആകും. ഓക്കെ, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പം അതിനെക്കാട്ടിലും വലിയൊരു ലെവലിലെത്തി. എങ്ങനെ എത്തി? ഈ പരദൂഷണം പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഓക്കെ, ഈ പരദൂഷണം കേട്ടിട്ടുള്ളവരും പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും ചിന്തിക്കുക, ഞാനിപ്പം ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന്. ഓക്കെ, അപ്പം മനസ്സിലാവും, പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഗ്രോത്ത് ഉണ്ടാവില്ല പരദൂഷണം പറഞ്ഞുകൊണ്ട് നടന്നാൽ. സോ കോൺസെൻട്രേഷൻ. ഓക്കെ, കേൾക്കേണ്ട കാര്യങ്ങളെ കേൾക്കുക, കേട്ട കാര്യങ്ങൾ നല്ലതാണെങ്കിൽ മാത്രം അതുകൊണ്ട് മുന്നോട്ട് പോവുക, അല്ലാത്തതിനെ റിജക്ഷൻ. ഓക്കെ, അപ്പം പരദൂഷണം ചാപ്റ്റർ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി എന്റെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കും. അല്ലെങ്കിൽ ഞാൻ പരദൂഷണം ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വേറൊരു സബ്ജക്റ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.